ഒരുപാട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ വിശുദ്ധ ദേവാലയത്തിന്റെ നവീകരിച്ചതിന് ശേഷമുള്ള കൂദാശയോടനുബന്ധിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഞാൻ ആദ്യമായി നിങ്ങളുമായി പങ്കുവയ്ക്കും. ഞാൻ ഈ ദേവാലയത്തെക്കുറിച്ച് എനിക്ക് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതലറിയാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരന് തുല്യനായ ശ്രീ ജേക്കബ് ചെറിയാനും കുടുംബവുമായി എനിക്ക് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ബന്ധമുണ്ട്. അന്നു മുതൽ ഈ ഇടവകയെക്കുറിച്ചുള്ള അദ്ദേഹം ഇടവക അംഗം കൂടിയായ അദ്ദേഹം എപ്പോഴും വളരെ ആവേശത്തോടു കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടു പ്രധാനപ്പെട്ട വ്യക്തികളുടെ മരണാനന്തര ചടങ്ങുകളിൽ ഒന്ന് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ CM സ്റ്റീഫൻ സാറിന്റെയും പിന്നീട് ഡോക്ടർ PC അലക്സാണ്ടറിന്റെയും മരണാനന്തര ചടങ്ങുകളിൽ ഈ പള്ളിയിൽ വന്ന് പങ്കെടുക്കാനുള്ള അവസരവും എനിക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ പടിയോലകളെ കുറിച്ചാണ് സംസാരിച്ചത്. 1836 പ്രതിപുരുഷ യോഗത്തിന്റെ ചരിത്രക്കുറിപ്പാണ് പടിയോലകൾ. ഇന്ന് പടിയോലകൾ എന്നുള്ള വാക്ക് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട പ്രതിപുരുഷ യോഗങ്ങൾ നടന്നത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് ഒരുപാട് ചരിത്ര പ്രാധാന്യം ഈ പള്ളിക്ക് നൽകിയാണ്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ആ ചരിത്രം മുഴുവൻ വരുന്ന തലമുറയിലേക്ക് കൂടി പകർന്നു കൊടുക്കുന്ന തരത്തിൽ ഒരു നല്ല ആർട്ട് ഗാലറിയോ ഒരു മ്യൂസിയമോ ഈ പള്ളിയോടനുബന്ധിച്ച് ഉണ്ടാക്കണമെന്നാണ് തുടങ്ങി. ഞാനത് അറിഞ്ഞില്ല. തീർച്ചയായും അത് ചരിത്രത്തിന്റെ ഭാഗമായി ഏറ്റവും ആധുനികമായ സങ്കേതത്തോടുകൂടി ചരിത്ര വിദ്യാർത്ഥികൾ അന്വേഷിച്ചു വരുന്ന ഒരു സ്ഥലമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തീർച്ചയായും നമ്മൾ ദേവാലയം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ആവർത്തിച്ചു പറയും, 4 ചുവരുകളും മേൽക്കൂരയും ഉണ്ടെങ്കിൽ ഒരു കെട്ടിടമാവും, ദേവാലയമാവില്ല. ദേവാലയമാകണമെങ്കിൽ അവിടെ നമ്മുടെ വിശ്വാസികളുടെ തീക്ഷ്ണമായ പ്രാർത്ഥന അവിടെ ഉണ്ടാകുമ്പോഴാണ് ദേവാലയത്തിന്റെ അന്തരീക്ഷം അവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും ഇറക്കി വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല കുടുംബത്തിന് വേണ്ടി നല്ല ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാകണം നമ്മുടേത്. എപ്പോഴും നമുക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല. നല്ല സമൂഹവും നല്ല കുടുംബവും ഉണ്ടായാൽ മാത്രമേ നമുക്കും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികൾ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിലെ സ്നേഹവും കുടുംബത്തിലെ സൗഹൃദവും എപ്പോഴും നിലനിർത്താൻ കഴിയണം. അഭിവന്ദ്യനായ തിരുമേനിയുടെ ബാവ തിരുമേനിയുടെ സൂചിപ്പിച്ചതുപോലെ മയക്കുമരുന്നിന്റെ വ്യാപനം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള ശക്തി നമുക്കുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കില്ല എന്ന പ്രഖ്യാപനം നമുക്കുണ്ടാകണം. നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്നാൽ ഈ മയക്കുമരുന്നിന്റെ വിപത്തിൽ നിന്ന് നമുക്ക് കേരളത്തെയും നമ്മുടെ കേരളത്തിന്റെ കുടുംബങ്ങളെയും നമുക്ക് രക്ഷിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ഇന്ന് നെൽസൺ മണ്ടേലയുടെ ജന്മദിനം കൂടിയാണ്. ഈ 18-ാം തീയതി ലോകം യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ മണ്ടേല ഡേ ആയി ആചരിക്കുന്ന ദിവസം കൂടിയാണ്. ജൂലൈ 18. ജൂലൈ 18 ഒരു പ്രത്യേകതയുണ്ട്. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് നേതൃത്വം ഏറ്റെടുക്കാൻ വന്ന ദിവസമാണ്. ഈ ജൂലൈ 18-ാം തീയതി ഈ സഭാംഗവും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനം കൂടിയാണ്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമാണ് ഈ ജൂലൈ 18. എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. 128-ാം സങ്കീർത്തനത്തിൽ വളരെ ഭംഗിയായി പറയുന്നുണ്ട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിലൂടെ ജീവിക്കുന്നവൻ ഏവനും ഭാഗ്യവാൻ. അവന്റെ കൈകളുടെ അധ്വാനത്തിന്റെ ബലം അവൻ അനുഭവിക്കും. അവൻ ഭാഗ്യവാൻ, അവന് നന്മ വരും. നിന്റെ വീടിനകത്ത് നിന്റെ ഭാര്യ ബലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവിൻ തൈകൾ പോലും ഇരിക്കും. യഹോവ ഭക്തനായ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്നത് അങ്ങനെയാണ്. യഹോവ നിന്നെ സിയോനിൽ നിന്നും അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലം മുഴുവൻ യെരുശലേമിന്റെ നന്മ നിനക്ക് കാണാൻ കഴിയും. നിനക്ക് നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും കാണാൻ കഴിയും. കുടുംബത്തെക്കുറിച്ചുള്ള
വലിയ സങ്കല്പമാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു സങ്കല്പം. ആ സങ്കല്പമാണ് ക്രൈസ്തവ വിശ്വാസമാണ്. ഏറ്റവും ക്രൈസ്തവ സഭകളാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അവിടെ സ്ത്രീയും പുരുഷനും തുല്യരാണ്. മക്കൾ വളർന്നു വരാനുള്ള ഒരു അന്തരീക്ഷമാണ് എല്ലാവരും ചേർന്നുണ്ടാക്കേണ്ടത്. അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ. ആ വിശ്വാസം അവരിലേക്ക് പകരണം. ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ആ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ആത്മവിശ്വാസത്തിന്റെ അടിത്തറ ദൈവവിശ്വാസമാണ്. അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള നമ്മുടെ ഉറച്ച വിശ്വാസമാണ്. നമ്മൾ പറയും ആത്മഹത്യകളിലേക്ക് പോകരുത്, സങ്കടങ്ങളിലേക്ക് പോകരുത്. ഇന്ന് ഏകാന്തത ലോകത്തെ മുഴുവൻ കീഴടക്കുകയാണ്. മാനസിക ആരോഗ്യം വലിയ പ്രശ്നമായി മാറുന്നൊരു കാലമാണ്. ആ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏകാന്തതയിൽ നിന്നാണ് എന്ന് പറയുന്നു. ആ ഏകാന്തത ഇല്ലാതാകണം. എല്ലാവരും സജീവമാകണം. അഭിനന്ദനായ ബാവ തിരുവേനി പറഞ്ഞതുപോലെ ഈ ഗവൺമെന്റ് പുതിയ ഒരു വകുപ്പുണ്ടാക്കിയത്, സീനിയർ സിറ്റിസൺസിന് ഒരു വകുപ്പുണ്ടാക്കിയത് കുറെ വെൽഫെയർ പ്രോജക്ടുകൾ നൽകാൻ വേണ്ടി മാത്രമല്ല, അവരെ സജ്ജരാക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ കൂടി ഈ നാടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാൻ വേണ്ടിയിട്ടാണ്. അവർ കൂടി ചേർന്ന് നിൽക്കണം. എല്ലാവരും ചേർന്ന് നിൽക്കണം. തളർന്നു പോകരുത് ഒരു പ്രതിസന്ധി വന്നാലും. അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത്. അതാണ് വേദപുസ്തകത്തിൽ തന്നെ പറയും, നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കണം. എന്തുകൊണ്ടാ? വാഗ്ദാനം നൽകിയിരിക്കുന്നവൻ വിശ്വസ്തനാണ്. ആ വിശ്വാസം അവൻ നമ്മുടെ കൂടെ, നമ്മുടെ ഈ യാത്രയിൽ, നമ്മുടെ പ്രയാണത്തിൽ, നമ്മുടെ വലതുഭാഗത്തായി അവൻ ഉണ്ട് എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. യോശുവ പ്രവാചകൻ പറയുന്നത് പോലെ, ഞാനും എന്റെ കുടുംബവുമോ യഹോവയിൽ വിശ്വസിക്കുന്നു എന്നതാണ് ആ കരുത്ത്, ആ വിശ്വാസം, അത് നൽകുന്ന പിന്തുണ. അതാകണം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ കരുത്ത്. ഇവിടെ ഈ ഇടവകയിൽ നിന്നാണ് ആ വിശ്വാസങ്ങളെ, ആ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയെ നെഞ്ചിലേറ്റി CFN സാർ നമ്മുടെ പാർലമെന്റിൽ അതിമനോഹരമായ ഒരു പ്രസംഗം നടത്തിയ റിസറക്ഷനെ കുറിച്ചാണ്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ്. ഇന്ദിരാഗാന്ധിയെ അന്നത്തെ സർക്കാർ വേട്ടയാടുമ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന സ്റ്റീഫൻ ബാർ പറഞ്ഞു, ഇന്ദിരാഗാന്ധിയെ നിങ്ങൾ കുരിശിൽ തറച്ചു, പക്ഷെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്ന് അദ്ദേഹം ശക്തമായ ഭാഷയിൽ ആ പാർലമെന്റിൽ സ്റ്റീഫൻ സാർ നടത്തിയ പ്രസംഗം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞങ്ങൾ കൗതുകത്തോടുകൂടിയാണ് കേട്ടു തന്നത്. ഇടിമുഴക്കത്തിന്റെ ഗാംഭീര്യത്തോടെ, മിന്നൽ പിണരിന്റെ വേഗതയോടെ അവർ തിരിച്ചു വരും ഉയർത്തെഴുന്നേൽപ്പായി. ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള ആ ഒരു വലിയ കൺസെപ്റ്റ് നമ്മൾ ഒന്നിലും തളർന്നു പോകാതെ, ഒന്നുമില്ലാതെ ആ വിശ്വാസത്തിന്റെ തീഷ്ണത കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അത് മൈ ഡേയ്സ് വിത്ത് ഇന്ദിരാഗാന്ധി എന്നുള്ള പുസ്തകത്തിൽ ഈ പള്ളിയുമായി ഉണ്ടായ ആ വിശ്വാസത്തിന്റെ ഇത് ബഹുമാനായ ഡോക്ടർ PC അലക്സാണ്ടറും വളരെ ഭംഗിയായിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഡെൻമാർക്കിൽ പോകുമ്പോൾ, ഇന്ദിരാഗാന്ധിയോടൊപ്പം പോകുമ്പോൾ ഒരു ഡിന്നറിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു നെയിം പ്ലേറ്റ് വെച്ചിരിക്കുന്നു അലക്സാണ്ടർ. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥയുടെ ഭാര്യ ചോദിച്ചു, ഹിന്ദുവായ നിങ്ങൾ എങ്ങനെയാണ് അലക്സാണ്ടർ ആയത്? അവർ വിചാരിച്ചത് ഇന്ത്യയിൽ മുഴുവൻ ഹിന്ദുക്കളാണെന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, കേരളത്തിൽ, ഇന്ത്യയിൽ 1.5 കോടി ക്രിസ്ത്യാനികളുണ്ട്, ഞാനൊരു ക്രൈസ്തവനാണ് എന്ന് പറഞ്ഞു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദുവായ ഇന്ദിരാഗാന്ധി ക്രിസ്ത്യാനിയായ നിങ്ങളെ എങ്ങനെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കി എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം. അപ്പൊ അദ്ദേഹം കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും ആ ക്രൈസ്തവ വിശ്വാസം ഇന്ത്യയിലെ പൊതുജന സമൂഹം ഹൃദയത്തിലേറ്റിയ കാര്യവുമെല്ലാം വിശദമായി അവരോട് പറഞ്ഞുകൊടുത്തു. അവർക്കെല്ലാം അതിന് കരുത്തായത് ഈ ഇടവകയിലെ, ഈ പള്ളിയുടെ ഈ 4 മതിലുകൾക്കുള്ളിൽ അകത്തുള്ള അവരുടെ വിശ്വാസവും ഇവിടെ ഒരുപാട് കാലത്ത് വന്ന വൈദികരും അവരെല്ലാം മെത്രാന്മാരും ഉൾപ്പെടെ അവർക്ക് പകർന്നുകൊടുത്ത ആത്മവിശ്വാസമാണ് അവരെ ഉയരങ്ങളിലേക്ക് നയിച്ചത്. നിങ്ങളെയും വരാനിരിക്കുന്ന തലമുറയെയും മിടുമിടുക്കന്മാരും മിടുമിടുക്കലുമാക്കി മാറ്റാൻ ഈ ഇടവകയ്ക്ക് ഇനിയും ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചരിത്ര മുഹൂർത്തം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും.